ഇറാൻ യുദ്ധത്തിലൂടെ അമേരിക്കക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്നാണ് ഇപ്പോൾ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലൂടെ അമേരിക്കക്ക് വലിയ രൂപത്തിലുള്ള യുദ്ധ സാമഗ്രികൾ, മിസൈലുകളുടെ ഷോർട്ടേജ് വന്നിട്ടുണ്ട് എന്നാണ് വാർത്ത വരുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ പെന്റഗൺ വൈറ്റ് ഹൗസിൽ നിന്ന് മറച്ചു വെക്കുകയാണ് എന്നാണ് ടെലഗ്രാഫ് പറയുന്നത്. പെന്റഗൺ ഈസ് ഫേസിംഗ് എ ഗ്രോവിംഗ് ഷോർട്ടേജ് ഓഫ് മിസൈൽസ് ആൻഡ് ഇന്റർസെപ്റ്റർ. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകളും അതുപോലെ തന്നെ ആക്രമണ മിസൈലുകളും ഇതിന്റെ എല്ലാം വലിയ രൂപത്തിലുള്ള ഷോർട്ടേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കാൻ കഴിയാത്ത വിധം വലിയ പ്രതിസന്ധിയാണ് അമേരിക്കയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് ഇറാനുമായിട്ട് ഒരു നീണ്ട യുദ്ധത്തിലേക്ക് കടക്കുന്നതിനുള്ള കഴിവ് അത് ഇല്ലാതാക്കുന്നു. അമേരിക്കക്ക് അത്തരത്തിലുള്ള ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാനുമായി ഒരു ഓപ്പറേഷൻ, ലോങ് ടൈം ഓപ്പറേഷൻ നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ ടെലഗ്രാഫ് പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ വൈറ്റ് ഹൗസിൽ അറിയിക്കാതെ പല ഉദ്യോഗസ്ഥരും കാര്യങ്ങൾ മറച്ചു വെക്കുകയാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഒരുപാട് പാട്രിയറ്റ് സിസ്റ്റങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള, ജോർദാനിലുള്ള, അങ്ങനെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ധാരാളം ഇന്റർസെപ്റ്റർ മിസൈലുകൾ, അതുപോലെ തന്നെ ഇന്റർസെപ്റ്റർ യൂണിറ്റുകൾ ഇതെല്ലാം തകർക്കപ്പെട്ടതിലൂടെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. തകർക്കപ്പെട്ടു എന്നതിനപ്പുറം ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ തടയുന്നതിലൂടെ തന്നെ വലിയ ഒരു ക്വാണ്ടിറ്റിയും, മിസൈൽ ക്വാണ്ടിറ്റിയും ഇല്ലാതായി പോയിട്ടുണ്ട്. എന്നാൽ ഇനിയും ഇറാന്റെ മിസൈലുകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത വിധം അമേരിക്ക വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നാണ് ടെലഗ്രാഫ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിനെ മറികടക്കാൻ പെട്ടെന്ന് മിസൈൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നത് ഒരു പോസിബിളായ കാര്യമല്ല. കാരണം ഇത്തരം മിസൈലുകൾ പ്രൊഡക്റ്റ് ചെയ്യാൻ അത് മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ഇപ്പോൾ അമേരിക്കയെ വലിയ രൂപത്തിൽ ആശങ്കപ്പെടുത്തുകയാണ്.